ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ ആദ്യം തിരഞ്ഞത് ഹൂ ഇസ് ദി പേഴ്സൺ വിത്ത് ദി ഹയസ്റ്റ് IQ ഇൻ ദി വേൾഡ് എന്നായിരുന്നു. അപ്പോൾ വന്നത് സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന പോലെ 4 പേരുടെ പേരാണ്. അതിൽ ഏറ്റവും ആദ്യത്തേത് 276 സ്കോറോട് കൂടി യാങ് ഹൂം കിം ആയിരുന്നു. ഒഫീഷ്യൽ വേൾഡ് റെക്കോർഡ്, ഗിഗ സൊസൈറ്റി, മെൻസ, വേൾഡ് മെമ്മറി ചാമ്പ്യൻഷിപ്സ്, ഗിന്നസ് വേൾഡ് റെക്കോർഡുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന വേൾഡ് മെമ്മറി സ്പോർട്സ് കൗൺസിൽ തുടങ്ങി സംഘടനകളാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന IQ റെക്കോർഡ് ഉടമ എന്ന പദവിക്ക് യാങ് ഹൂം കിമിനെ തെരഞ്ഞെടുത്തത്. ലോകം അതിനിഷ്ടമുള്ള കഥ പറയുമ്പോൾ, അത് പ്രചരിപ്പിക്കുമ്പോൾ സത്യം അത് എത്ര മൂടി വെച്ചാലും പുറത്തു വരും. മറ്റൊരു കാര്യമുള്ളത്, ഈ പോസ്റ്റിന് ഇത്രയേറെ ജനശ്രദ്ധ ലഭിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം കൂടി പങ്കുവച്ചു. ഐ വിൽ യൂസ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു ലീഡ് മെനി സോൾസ് ടു ഗോഡ്. ഈ അവസരം ഉപയോഗിച്ച് നിരവധി ആത്മാക്കളെ ദൈവത്തിലേക്ക് നയിക്കുമെന്ന്. നമുക്കറിയാം, ഒരാൾ തന്റെ അഭിപ്രായം പങ്കുവച്ചാൽ അതിന് പോസിറ്റീവ് കമന്റുകൾ മാത്രമല്ല, ഒട്ടേറെ വിമർശനങ്ങളും വരും. അതിനെ ഒന്നും വകവയ്ക്കാതെ തന്റെ ദൈവത്തിലുള്ള ആ വിശ്വാസം ലോകത്തിന് മുൻപിൽ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ഈ മനുഷ്യൻ. ചിലരെങ്കിൽ ഇപ്പോൾ ചോദിച്ചേക്കാം, ഇതിലൊരു ലോജിക്കൊക്കെ വേണ്ടേന്ന്. തന്റെ പോസ്റ്റിനിടയിൽ വന്ന ഒരു കമന്റിന് യാങ് ഹൂം കിം നൽകിയ മറുപടി ആമേൻ ക്രൈസ്റ്റ് ഈസ് മൈ ലോജിക് എന്നായിരുന്നു. യാങ് ഹൂം കിമിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, ദക്ഷിണ കൊറിയൻ സർക്കാരിന്റെ പിന്തുണയുള്ള സംഘടനയായ ന്യൂറോ സ്റ്റോറിയുടെ സ്ഥാപകനും സിഇഒയുമാണ് അദ്ദേഹം.